എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 23-ാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. പവന് 2200 രൂപയാണ് ഇന്ന് കൂടിയത്. പവന്റെ വില ഇതോടെ 74,320 രൂപ എന്ന സർവകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 275 രൂപ വർദ്ധിച്ച് 9,290 രൂപയിലും എത്തിയിട്ടുണ്ട്. ലോക വിപണിയിലും സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സ്വർണം ലക്ഷം കവിയാൻ അധിക നാൾ വേണ്ടിവരില്ല. അടുത്ത അറിയിപ്പ്: 500 രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പുറത്തിറങ്ങുന്നുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് മുന്നറിയിപ്പ്. ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങി എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യമുണ്ട് കള്ളനോട്ടുകൾക്ക് എന്നും, എന്നാൽ റിസർവ് ബാങ്കിന്റെ പേര് എഴുതിയ സ്ഥലത്ത് യഥാർത്ഥ നോട്ടുകളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും, റിസർവ് ബാങ്ക് എന്നെഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഈ വിവരം കൈമാറിയിട്ടുണ്ട്. നോട്ടിലെ അക്ഷര തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലാണ് എന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പൊതുജനങ്ങളും ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണം. സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടനെ അധികൃതരെ വിവരമറിയിക്കണം എന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 500 രൂപയുടെ യഥാർത്ഥ നോട്ടിൽ നിന്നും വലിയ വ്യത്യാസമില്ലാതെ കണ്ടാൽ ഒരു സംശയവും തോന്നില്ല. റിസർവ് ബാങ്ക് എന്ന് എഴുതിയെടുത്ത് ഇക്ക് പകരം എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒറിജിനൽ നോട്ടിൻ്റേത് പോലെയാണ് കള്ളനോട്ട് ഉള്ളത്. 500 രൂപ കയ്യിലുള്ളവരും സ്വീകരിക്കുന്ന ആളുകളും ഇക്കാര്യം ശ്രദ്ധിക്കുക. വ്യാജ നോട്ടുകളാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ വൈകുന്നേരം വരെ പണിയെടുത്തതിന്റെ കൂലിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ശമ്പളമോ ആവാം. പാവപ്പെട്ട ആളുകൾക്ക് അതിന്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാകും. അതുകൊണ്ട് തന്നെ നോട്ട് കയ്യിൽ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം സ്വീകരിക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്: 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനും ഇടപാടുകൾ നടത്താവുന്ന രീതിയിൽ സുപ്രധാനമായിട്ടുള്ള നീക്കവുമായി റിസർവ് ബാങ്ക്. നിലവിൽ മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ ഒപ്പം മാത്രമേ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പ്രായപൂർത്തിയായ ശേഷം സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഇത്. ഇതിൽ കാതലായ മാറ്റം വരുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുന്ന ജൂലൈ 1 മുതൽ ബാങ്കുകൾ നടപ്പിലാക്കുമെന്ന് തിങ്കളാഴ്ച RBI അറിയിച്ചു. ബാങ്ക് അക്കൗണ്ടിന് പുറമെ ഉപയോക്താവിന്റെ ആവശ്യവും ബാങ്കിന്റെ റിസ്ക് പോളിസിയും അനുസരിച്ച് ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡുകൾ, ചെക്ക് ബുക്കുകൾ എന്നിവയും നൽകും. എന്നാൽ അക്കൗണ്ടിൽ ഒരിക്കൽ മൈനസ് ബാലൻസ് ആകരുത് എന്നും RBI മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിലവിലെ രീതി തന്നെ തുടരും. അതേസമയം റിസർവ് ബാങ്ക് നിർദ്ദേശത്തിനു നേരെ സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത്. കുട്ടികൾ പണം ഉപയോഗിക്കാൻ പക്വത ആർജിക്കാതെ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും ശരിയല്ല എന്നാണ് ഒരു വിഭാഗം വിമർശിക്കുന്നത്. എന്നാൽ പുതിയ തീരുമാനം കുട്ടികളിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം കൊണ്ടുവരുമെന്നും സമ്പാദശീലം വളർത്താൻ അത് സഹായിക്കുമെന്നും മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്നും കമന്റായി രേഖപ്പെടുത്തുക. 8ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ 30% മിനിമം മാർക്ക് സമ്പ്രദായം വരുന്ന അധ്യയന വർഷം മുതൽ 5-6 ക്ലാസ്സുകളിലും അടുത്ത വർഷം 7ാം ക്ലാസ്സിലും നടപ്പിലാക്കും എന്നും, 8 മുതൽ 10 വരെ ക്ലാസ്സിന് പുറമെ 5, 6, 7 ക്ലാസ്സുകളിൽ കൂടി മിനിമം മാർക്ക് സംവിധാനവും പഠന പിന്തുണയും ക്ലാസ്സിൽ ഉണ്ടാകും. ഈ വരുന്ന അധ്യയന വർഷം 9ാം ക്ലാസ്സിലും അടുത്ത വർഷം 10ാം ക്ലാസ്സിലും ഈ രീതി നടപ്പിലാക്കും. ഈ വർഷം അധ്യയന വർഷത്തിൽ 5, 6, 7, 8, 9 ക്ലാസ്സുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിലും മിനിമം മാർക്ക് നടപ്പിലാക്കും. അതായത് 2026-27 അധ്യയന വർഷത്തിൽ UP ഹൈസ്കൂളുകളിലെല്ലാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മിനിമം മാർക്ക് നേടണം എന്ന നിയമമാണ് വരാൻ പോകുന്നത്. വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്തവർക്ക് പുനഃപരീക്ഷ നടത്തും. 8ാം ക്ലാസ്സിൽ ഈ വർഷം നടപ്പിലാക്കിയിട്ടുള്ള അതേ രീതി അടുത്ത വർഷം മുതലാണ് കൂടുതൽ വ്യാപിപ്പിക്കുന്നത്. ഇതോടൊപ്പം പരീക്ഷയും പഠന പിന്തുണയും നൽകും.
ഇതിനുശേഷം പരീക്ഷ എഴുതി മിനിമം മാർക്ക് ഇല്ലാത്ത വിഷയത്തിൽ ക്ലാസ് നൽകുകയും ശേ പരീക്ഷ നടത്തുകയും ചെയ്യും. യോഗ്യരാണെങ്കിൽ മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് ഇരുത്തും. ഏപ്രിൽ 23 നാളെ മുതൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും. 1 മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ്. ഏപ്രിൽ 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഉച്ചക്ക് 12 മണിക്ക് കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ്. 10ാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ ഇതിനോടകം പുറത്തിറങ്ങി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും ഈ വർഷം പരിഷ്കരിച്ച 2, 4, 6, 8 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ നാളെ മുതൽ തന്നെ വിതരണം ആരംഭിക്കും. വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ പെൻഷൻ വിതരണം നടന്നതുകൊണ്ട് തന്നെ ഇനി 1 മാസത്തിലധികമാണ് പെൻഷൻ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ കഴിച്ചുകൂട്ടേണ്ടത്. 1600 ലഭിക്കുന്ന ആളുകൾ, മിക്കവാറും ആളുകൾ അവർക്ക് നിത്യരോഗത്തിന് ആവശ്യമായിട്ടുള്ള മരുന്ന് വാങ്ങാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ലഭിച്ചിട്ടുള്ള പണം മിക്കവാറും ആളുകൾക്ക് തീർന്നു പോയിട്ടുണ്ടാകും. ഇനിയൊരു പെൻഷൻ അത് മെയ് മാസം അവസാനത്തിലെ ലഭിക്കൂ എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തത് അടുത്ത മാസത്തെ പെൻഷൻ സാധാരണ വിതരണം ചെയ്യുന്നത് പോലെ 25-ാം തീയതിയോടോ അല്ലെങ്കിൽ 23-ാം തീയതിക്ക് ശേഷമോ വിതരണം ചെയ്യുന്നു എന്നുള്ളതും 1.5 മാസത്തോളം പെൻഷൻ ലഭിക്കാതെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ പ്രയാസകരമാകും. പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇവയൊക്കെ ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മസ്റ്ററിംഗ് ഒരു പക്ഷേ പഞ്ചായത്ത് ഇലക്ഷന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. അതേസമയം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതിനു മുമ്പ് ആവശ്യപ്പെട്ടേക്കും എന്നുള്ളതാണ് സൂചനകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ വിഹിതം പല ആളുകൾക്കും ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. 300, 200, 500 ലഭിക്കുന്ന 8.5 ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത്. അവരെല്ലാം അതിദരിദ്രരാണ്, അതായത് BPL ഗുണഭോക്താക്കളാണ്. അവർക്ക് കേന്ദ്ര പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ 500 രൂപ, ഭിന്നശേഷി പെൻഷൻ 200 രൂപ, വിധവാ പെൻഷൻ 300 രൂപ ഇവയാണ് ലഭിക്കേണ്ടത്. കഴിഞ്ഞ വർഷം മുതൽ, അതായത് 15 മാസത്തോളമായി കേന്ദ്ര സർക്കാർ അത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം സംസ്ഥാന സർക്കാരിന് നൽകുന്നില്ല. എങ്കിലും സർക്കാർ മുൻകൂറായി അനുവദിക്കുന്ന തുക സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ അധികാരം ഇല്ലാത്തതിനാൽ കേന്ദ്ര ഏജൻസി തന്നെയാണ് അതും വിതരണം ചെയ്യുന്നത്. ഇതിനു വേണ്ടി 24 കോടി രൂപയോളം സർക്കാർ പാസ്സാക്കിയിട്ടും ആ ഒരു തുക കൃത്യസമയത്ത്, അതായത് 1600 വിതരണം ചെയ്യുന്ന സമയത്ത് ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നും ഇല്ല. ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞിട്ടാണ് പല ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നത്. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാർ അത് നൽകുന്ന പണം പോലും കൃത്യസമയത്ത് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള വിരോധാഭാസമാണുള്ളത്. കടുത്ത ക്രൂരതയാണ് കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളോട് മാത്രമല്ല, തൊഴിലുറപ്പ് വേതനം 3 മാസത്തിലധികമായിട്ട് ലഭിക്കാനുണ്ട്. അത് എന്ന് കിട്ടും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും അതെന്ന് കിട്ടും എന്ന് സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. കേന്ദ്രം തുക അനുവദിച്ചാൽ മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ. തൊഴിലുറപ്പ് വേതനം ഈ ഏപ്രിൽ മാസം മുതൽ കൂട്ടിയിട്ടുണ്ട് എങ്കിലും മുമ്പ് പണിയെടുത്ത പൈസ കിട്ടാതെ തള്ളി നീക്കുകയാണ് പാവപ്പെട്ട ആളുകൾ. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനവിഭാഗം ആയതുകൊണ്ട് തന്നെ പല ആളുകളും പട്ടിണിയിലാണ്. ഇതാണ് പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടും പെൻഷൻകാരോടും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരോടും കേന്ദ്ര സർക്കാർ ക്രൂരത തുടരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഇതുവരെയും ബൈ.